ഞങ്ങളെ സംബന്ധിച്ച് BJP അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തുന്നതിന് എന്ത് വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറാണ്, നിരുപാധികം. ഞങ്ങളുടെ 5 ആളുകൾ. പക്ഷെ അതിന് കാർമ്മികത്വം വഹിക്കുന്നതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ്. UDFൻ്റെ ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ദൗത്യം കോൺഗ്രസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയാണ് പ്രധാനമായിട്ടും അതിൽ മുന്നിൽ വരേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് അവർ 2 പാർട്ടിയും തയ്യാറാണെങ്കിൽ ഞങ്ങളെക്കുറിച്ച് പിന്നെ ഒരു സംശയമില്ല. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരെ നമ്മൾ ചർച്ചയ്ക്കിട്ട് അംഗീകാരം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന് ലീഗ് അത് നമ്മൾ അവരായിട്ട് ആശയവിനിമയം നടത്തിയിട്ടില്ല. അങ്ങനെയൊന്നും ഞങ്ങൾ പറയാൻ തയ്യാറല്ല. നമ്മളെ സംബന്ധിച്ച് BJP അധികാരത്തിൽ വരാതിരിക്കുക, അത് ഞങ്ങളുടെ താത്വികവും സൈദ്ധാന്തികവുമായ നയമാണ്. അത് വരാതിരിക്കാൻ വേണ്ടി അതാ ഞാൻ പറഞ്ഞത് നിരുപാധികം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന സ്ഥാനാർത്ഥി എന്നോ ഞങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥി എന്നൊന്നുമില്ല ഇതിൽ. അതിലിപ്പം മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ഞങ്ങൾക്ക് വിരോധമല്ല അക്കാര്യത്തിൽ, കോൺഗ്രസ് ആയാലും ഞങ്ങൾക്ക് വിരോധമല്ല. അല്ലേ നമ്മൾ കോൺഗ്രസുമായിട്ട് നമ്മളിപ്പോൾ സത്യപ്രതിജ്ഞ വരുന്നല്ലേ ഉള്ളൂ. അത് കോൺഗ്രസുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തും. അപ്പോൾ ഞങ്ങളെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും നയം BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക എന്നുള്ളതാണ്. CPM-ആയിട്ട് നമ്മൾ സംബന്ധിച്ചില്ലാതെ പിന്നെ അവരും കൂടെ തയ്യാറാവണമല്ലോ. ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കണം എന്നുള്ള താല്പര്യം വരികയാണെങ്കിൽ, അതേ പറഞ്ഞാൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ ആശ്രയിച്ചിരിക്കും എന്ന്. ഇനിയിപ്പോൾ നമ്മൾക്ക് സംസാരിക്കുന്നതിന് നമുക്ക് വിരോധമല്ല അക്കാര്യത്തിൽ.